ഹലോ ഗൈസ്, ദേവനന്ദ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ചുരിദാറിൻ്റെ ബാക്ക് നെക്കിൽ ഈ പീസ് ഒരു ചെറിയൊരു പീസ് അടിച്ച് മറച്ച് എടുക്കുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ചുരിദാറിൻ്റെ ബാക്ക് നെക്കാണ്. ഈ ബാക്ക് നെക്ക് ഞാൻ വെട്ടിയിട്ടുണ്ട്. ഇത് ലൈനിങ് ചേർത്ത് പിടിപ്പിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ഒരു ക്രോസ് തുണി വെട്ടിയെടുത്താണ് പിടിപ്പിക്കുന്നത്. അത് നമുക്ക് കാണാം. ഇത് ജസ്റ്റ് ഒരു വെട്ട് കഷ്ണമാണ്. ഇത് ഈ ലൈനിങ്ങിൻ്റെ തന്നെ ബാലൻസ് തുണി വന്നതാണ്. ഇത് നമ്മൾ ഏകദേശം ഇങ്ങനെ ഒപ്പം വെച്ച് രണ്ട് തുണി ഒപ്പം വെച്ച് ക്രോസായിട്ട് വെച്ചുകൊണ്ട് വേണം നമ്മളത് മാർക്ക് ചെയ്യാനായിട്ട്. ഇനി ഏകദേശം ഒരളവ് മാർക്ക് ചെയ്ത് ഒരു 1.5 ഇഞ്ച് 1.25 ഇഞ്ച് വീതിക്ക് നമുക്കിതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇത് കണ്ടോ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, കട്ട് ചെയ്തെടുത്ത പീസാണ് ഇത്. രണ്ടും ഇങ്ങനെ ക്രോസ് പീസ് രണ്ടെണ്ണം. ഇനി നമ്മളിത് ഈ ക്രോസ് പീസുകൾ തമ്മിൽ ഇങ്ങനെ, അതായത് ഇങ്ങനെ ലെവൽ ചെയ്ത് ക്രോസായിട്ട് കട്ട് ചെയ്ത പീസുകൾ ഇങ്ങനെ തമ്മിൽ യോജിപ്പിക്കണം. ഇത് യോജിപ്പിച്ചെടുത്തുകൊണ്ട് വരാം. കണ്ടോ, ഈ പീസിൻ്റെ മേളിലോട്ട് ഈ ഒരു പീസ് കൂടി ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് അടിച്ചെടുക്കാൻ. നമുക്ക് അടിച്ചെടുക്കാം. നമുക്ക് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് ലെവലിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് പീസ് ഇങ്ങനെ വെക്കുമ്പോൾ ഈ വരുന്ന, അതായത് ഈ കോൺ വരുന്ന സ്ഥലത്ത് വേണം സ്റ്റാർട്ടിങ്, ഇവിടെ നിന്ന് വേണം തുടങ്ങാൻ. അതുപോലെ തന്നെ അവസാനിക്കുന്ന ഇത് കണ്ടോ, ഇവിടെ ഒരു വി ഷേപ്പ് വരുന്നുണ്ടല്ലോ, ആ ഷേപ്പിൻ്റെ അടുത്ത് തന്നെ വേണം അത് തീർക്കാനായിട്ട്. എന്നിട്ട് നിവർത്തുമ്പോഴാണ് അത് കറക്റ്റ് ലെവലായിട്ട് കിട്ടുള്ളൂ. ചിലവർ അടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോകാം. അന്നേരം ഈ ലെവൽ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മറിച്ചെടുക്കുമ്പോൾ ഇത് കറക്റ്റ് ആവാം. ഇതിൻ്റെ സൈഡിൽ വന്നിരിക്കുന്ന ഈ കോൺ പോലെ വന്നിരിക്കുന്ന ഇത് കണ്ടോ, അതിൻ്റെ തയ്യൽത്തുമ്പ് വെട്ടി ലെവലാക്കാം. എന്നാ ഇപ്പോൾ കണ്ടോ, തിരിച്ചു പിടിക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് ഇരിക്കും. ഇനി ഇത് ബാക്ക് പീസിൽ, ചുരിദാറിൻ്റെ ബാക്ക് പീസിൽ നമുക്കത് അടിച്ച് പിടിപ്പിക്കാം. ഈ വരുന്ന ഈ പീസ് നമുക്കൊന്ന് ലെവലായിട്ട് കട്ട് ചെയ്തിട്ട് വേണം പിടിപ്പിക്കാൻ. ബാക്ക് പീസിൽ പിടിപ്പിക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ സൈഡൊന്ന് ഇങ്ങനെ മടക്കി, ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് മടക്കി അടിച്ചിട്ട് വേണം പിടിപ്പിക്കാൻ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച്, ഇത് കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് വേണം അടിച്ച് പിടിപ്പിക്കാൻ. നമ്മൾ സൈഡ് ഇങ്ങനെ അടിച്ചെടുത്തു, ഒരു സൈഡ് അടിച്ചെടുത്തു. ഇനി ഈ ഇപ്പുറത്തെ സൈഡാണ് നമ്മൾ ചുരിദാർ പീസിലേക്ക് അടിച്ച് ചേർക്കുന്നത്. ഇത് ചുരിദാറിൻ്റെ ബാക്ക് നെക്കാണ്. അതിൽ നമ്മൾ ചുരിദാർ പീസിലേക്ക് ഈ പീസ് ഇങ്ങനെ ചേർത്ത് വെച്ച് നമ്മൾ അങ്ങനെ അടിച്ചെടുക്കാം. ഈ കഴുത്തിൻ്റെ അതേ ആകൃതിയിൽ അടിച്ച് വരണേ. ഇത് നമ്മളിങ്ങനെ കഴുത്തേൽ അതേ ആകൃതിയിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ആ ഷേപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ, ഈ അടിച്ച് പിടിപ്പിക്കുന്നതിൻ്റെ സൈഡിൽ ഈ പീസും ഈ മേളിൽ വെച്ചിരിക്കുന്ന പീസും നമ്മൾ ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഷേപ്പ്, ആ റൗണ്ട് ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും. മറ്റേ അടിച്ചേനെ നൂല് കട്ട് ചെയ്യാതെ വേണം കട്ട് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഇങ്ങനെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ഇപ്പുറം ഈ നല്ല വശത്ത് ഇവിടെ ഒന്ന് ഒതുക്കി അടിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മൾ അതിൻ്റെ മേളിൽ ഇങ്ങനെ ഒന്ന് പതിച്ചടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കഴുത്ത് വെറുതെ ഇങ്ങനെ അടിച്ചാൽ പോരാ, നമ്മൾ ഇതിങ്ങനെ മടക്കുക, നേരെ തിരിച്ച് പിടിക്കണം. തിരിച്ച് വെച്ചിട്ട് ഈ ബാക്കിലേക്ക് ഉള്ള പീസ് ഇങ്ങനെ മടക്കി ഈ സൈഡൊന്ന് ഒതുക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക്
അടിച്ച് പിടിപ്പിക്കാൻ. ഇത് കണ്ടോ, ഇങ്ങനെ കറക്റ്റ് അതിൻ്റെ സൈഡ് ഇതിങ്ങനെ ലെവൽ ചെയ്ത് പിടിച്ചിട്ട് വേണം അടിക്കാൻ. ഇതാ നമ്മൾ അടിച്ചു കഴിഞ്ഞു. കണ്ടോ, നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഒരേ വീതിക്ക് തന്നെ അടിച്ച് മറിച്ചിട്ട് ഞാൻ പറഞ്ഞ രീതിക്ക് അടിക്കുമ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ കിട്ടും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതുപോലത്തെ തയ്യൽ ടിപ്പുകളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.